നിങ്ങൾക്ക് ഒരു നിഷ്പക്ഷമായ പത്രപ്രവർത്തനമാണെങ്കിൽ ഒരു മുൻ MLA ജയിലിൽ കിടക്കുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ, നിങ്ങൾക്ക് ഒരു വ്യഗ്രതയും കാണുന്നില്ലല്ലോ. എന്താ കാരണം? ഈ ഇലക്ഷൻ സമയത്ത് നിങ്ങൾ അതും ചർച്ച ചെയ്യും. ഇതാ പാലക്കാട് ആര് ചർച്ച? ആ വിഷയം അതേ ഗൗരവത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതേ ഗൗരവത്തിൽ ആ വാർത്തകൾ ജനങ്ങളിലേക്ക് അതറിയാം. ഇപ്പോൾ അദ്ദേഹം പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? തന്ത്രിയും മന്ത്രിയുമായിട്ടുള്ള ഏറ്റവും വലിയ അടുപ്പാണ് പോറ്റിയെ ഞാൻ വിശ്വസിച്ചത് എന്ന് പത്മകുമാർ പറയുന്നു. എന്താ നിങ്ങൾ കൊടുക്കാത്തത്? തന്ത്രി, അവിടെ ഉണ്ടായിരുന്ന തന്ത്രി, മന്ത്രി, ചുമതല വെച്ച മന്ത്രി, കമ്മീഷണർമാർ, ഇവർ പറയുന്നു ഈ പോറ്റി ഇടനിലക്കാരനായി ഈ സ്വർണ്ണം കള്ളക്കടത്ത് നടത്തിയല്ലോ, അദ്ദേഹത്തെയുള്ള അഭിരുദ്ധമായുള്ള ബന്ധം കൊണ്ടാണ് ഞാനും അദ്ദേഹമായിട്ട് ഇടപഴകിയെന്ന് ഒരു മുൻ MLA, CPM-ൻ്റെ MLA പറഞ്ഞു. ജയിലിലാകാതെ MLA ഇന്ന് വരെ, ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പറയാൻ സമ്മതിക്കും, ഇന്ന് വരെ അയാൾക്കെതിരെ ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഈ CPM സ്വീകരിച്ചിട്ടുണ്ടോ? രാഹുലിനെതിരായി പരാതി വന്നു, നടപടി സ്വീകരിക്കട്ടെ. പാർട്ടി പരാതി വരുന്നതിന് മുമ്പ്, ഈ പുകമറ ഉണ്ടാകുന്നതിന് മുമ്പ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അത് നിങ്ങൾ എന്താ അനുവദിക്കാത്ത? അതൊക്കെ പാർട്ടി നേതൃത്വം തീരുമാനിക്കേണ്ടത്. അംഗങ്ങളിൽ ഒരാളാണ്. അത് എൻ്റെ അഭിപ്രായം ഞാൻ പാർട്ടി പറയും, പൊതു എന്നെ മധ്യത്തിൽ പറയല്ലേ. എനിക്ക് വ്യക്തമായ അഭിപ്രായം. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാൽ ഇവിടെ ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ഈ വിഷയമല്ല പ്രധാനം. ജനങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞ 9.5 വർഷക്കാലത്തെ ദുർഭരണം അവസാനിപ്പിക്കണമെന്നാണ്. ജീവിക്കാൻ മാർഗ്ഗമില്ല. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും താവളമായി കേരളത്തെ മാറ്റി ക്രിമിനലുകൾ ഇറങ്ങി. ഇപ്പോൾ ഇന്നത്തെ വാർത്ത നിങ്ങളൊന്നും കാണുന്നില്ല. ഒരു CI, ഞാനൊന്ന് പറയട്ടെ, ഇപ്പം ഇടയ്ക്ക് വന്നിട്ട് ഒന്നും പറയല്ലേ, ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഇതാണ് ഈ ഇടയ്ക്ക് കോലിട്ട് വെക്കുക എന്ന് പറയുന്നത്. അതായത് ഒരു CI പാലക്കാട് ജില്ലയിൽ സർക്കിൾ ഇൻസ്പെക്ടർ ആത്മഹത്യ ചെയ്തു. അതിന് നിങ്ങൾക്കൊരു വിലയില്ലേ? ആ CIൻ്റെ കഴിഞ്ഞ മാസം കൊടുത്ത മരണമൊഴി അദ്ദേഹം എഴുതി വെച്ചത് കോടതിയിൽ സമർപ്പിച്ചു. ഇന്നലെ അത് ലീക്കായി. ഒരു DYSP സ്ഥിരമായിട്ടൊരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നു, അതിന് കൂട്ടുകൊണ്ടുപോകുന്നത് CI. നമ്മുടെ കേരളത്തിലെ പോലീസിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇത്രയും ഒരു ക്രിമിനലുകളുടെ ഒരു കേന്ദ്രമായി കേരളത്തിലെ പോലീസ് മാറിയിരിക്കല്ലേ? അതൊക്കെ ചർച്ച ചെയ്യണ്ടേ? അതൊക്കെ ചർച്ചയാവുമല്ലോ. ജനവിരുദ്ധമായ നയങ്ങൾ അദ്ദേഹത്തിൻ്റെ PA അല്ല ഞാൻ. ഈ ജനവിരുദ്ധമായിട്ടുള്ള ഒരുപാട് നയങ്ങളുണ്ട്. ഇതാണ് ഈ ഇപ്പോൾ അത് നിങ്ങൾ MLA-യോട് ചോദിക്കും. ഇദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മറുപടി വരട്ടെ. ഓരോരുത്തരും സമ്മതിക്കും. MP ഓഫീസ് 9:30 മണിക്ക് തുറക്കും, വൈകുന്നേരം 5:30 അടയ്ക്കും. നിങ്ങൾക്ക് എന്താ ആവശ്യമെങ്കിലും അവിടെ വരാം. മറ്റു കാര്യങ്ങൾ എൻ്റെ പരിധിപ്പെട്ടതല്ല. ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ പാലക്കാട് ജില്ലയിലെ ഒരു CI ആത്മഹത്യ ചെയ്തു, സർക്കിൾ ഇൻസ്പെക്ടർ. അദ്ദേഹം കുറ്റം ആരോപിക്കുന്നത് DYSP-യാണ്. എവിടെ എത്തിയ അന്വേഷണം? നിങ്ങൾ ആലോചിച്ചൊക്കെ, ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുക. സ്ത്രീ പീഡന കേസാണ്, ബലാത്സംഗ കേസാണ് ആരോപണം. എന്ത് നടപടിയാണ് പോലീസ് എടുത്തത്? പോലീസിലെ ഈ ക്രിമിനൽ വൽക്കരണം എത്രമാത്രം ഭീകരമാണ്. അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ചർച്ചയാവും. നിങ്ങൾ ആ വിഷയം ഒരിക്കലും ആവില്ല. ജനങ്ങളുടെ മുമ്പിൽ ഈ സർക്കാരിന്റെയും പാലക്കാട് നഗരസഭയിലെ അഴിമതിയും അരാജകത്വം തമ്മിൽ തല്ലുമാണ് പ്രധാന ചർച്ചാ വിഷയം. അത് നിങ്ങളങ്ങ് തീരുമാനിക്കല്ലേ. ഞാൻ പറയട്ടെ, അത് ഒരാളൊരു ചോദ്യം, നിങ്ങൾ 3 ആളൊരു ചോദ്യം, ഇയാൾക്ക് ചോദ്യം മറുപടി പറയട്ടെ. അരുൺ, ജനം TVക്ക്. അതായത് നിങ്ങളാണ് കോൺഗ്രസിൻ്റെ സ്റ്റാർ ക്യാമ്പയിനർ തീരുമാനിക്കുന്നത് ആണോ? എനിക്കാണ്. ഞാനൊന്ന് പറയട്ടെ, KPCC എന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഏകോപനത്തിന്. അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് പ്രചരിപ്പിക്കാമെന്ന് സഹായിക്കും. വേണ്ടാത്ത വിഷയങ്ങളിലേക്ക് നിങ്ങൾ പോകണ്ട. യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനോടൊപ്പം തന്നെ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട്, രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും. അതിൽ തന്നെ ആ പരാതിയിൽ പറയുന്നത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ഇടപെടണമെന്നുള്ളതാണ്. പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് പറഞ്ഞിട്ടാണ് ഈ പരാതി. സുഹൃത്തെ, ജീവൻ നഷ്ടപ്പെട്ടൊരു വിഷയം CIയുടെ നിൽക്കുമ്പോൾ നിങ്ങൾ അതിനൊരു മറുപടി പറഞ്ഞല്ലോ. ഇത്രയും ഒരു ഗൗരവമില്ലാത്ത രീതി DYSP-യാണ്, ഇതേ പോലീസാണ് പരാതി സ്വീകരിക്കുന്നത്. ആ DYSP MLA ആണ്, MP ഉള്ള ജില്ലയിലെ ഒരു MLA കുറിച്ചാണ് നിങ്ങൾ MLA കുറിച്ചാണ് FIR. ഒരാൾ ചോദിക്കാച്ചാൽ ഞാൻ സംസാരിക്കാം, അല്ലെങ്കിൽ ഞാൻ പോകും. ഒരാൾ സംസാരിക്കും. അല്ല, നിങ്ങൾ എല്ലാവരും കൂടി എന്താ അരച്ചു കയറുന്ന? പാലക്കാട് ജില്ലയിലെ ഒരു MLA-ക്കെതിരെയാണ് ഇപ്പോൾ ഈ പരാതി. അതൊക്കെ എല്ലാവർക്കും അറിയാം. MLA-ക്കെതിരെ ഈ MLA-ക്കെതിരെ പരാതി വന്നത് ഇക്ബാലെ, റിപ്പോർട്ടർ ചാനലെ, ഇന്നലെയല്ലേ? നിങ്ങൾ 3 മാസമായിട്ട് ആഘോഷിക്കുകയല്ലേ? 3 മാസം
ഇതിന് വലിയ സംഭവങ്ങൾ കൂടെ നടക്കില്ലേ? പത്മകുമാർ വെളിപ്പെടുത്തിയ തന്ത്രി മന്ത്രിയായിട്ടുള്ള ബന്ധമല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ഹൈലൈറ്റ് ചെയ്യാത്തത്? നിങ്ങൾക്കൊക്കെ ചില രാഷ്ട്രീയ അജണ്ട ഉണ്ട്. രാഷ്ട്രീയ അജണ്ടയുടെ അല്ല ഇത്, രാഷ്ട്രീയ അജണ്ടയതല്ല ഇതൊരു റിപ്പോർട്ടർ ചാനലിൻ്റെ ചോദ്യത്തിനാണ്. അതിന് കൃത്യമായിട്ട് മറുപടി പറയട്ടെ. നിങ്ങളിപ്പോൾ പറഞ്ഞ കാര്യം പരാതി തന്നു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, നിയമപരമായിട്ട് അന്വേഷിക്കട്ടെ. പോലീസ് കോൺഗ്രസ് അല്ലല്ലോ, ഇവിടെ ഭരിക്കുന്നത് UDF അല്ലല്ലോ, LDF ഭരിക്കുന്നു. പോലീസ് നിഷ്പക്ഷമാണെങ്കിൽ നിഷ്പക്ഷമായ അന്വേഷണം നടക്കട്ടെ. അതിലെന്താ തെറ്റ്? ഞാൻ പറഞ്ഞല്ലോ, അതിനെ ന്യായീകരിക്കുന്നില്ലല്ലോ. ഇത് കോൺഗ്രസ് നേരത്തോടെ കുറച്ചുകൂടി ഗൗരവത്തോട് കാണേണ്ട വിഷയമായിരുന്നു. നിങ്ങൾ ഞങ്ങളെ ഗൗരവം ഒന്നും പഠിപ്പിക്കേണ്ട, അത് നമ്മുടെ ചാനലിനെ ഗൗരവം പഠിപ്പിക്കുക. നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ വേണ്ടി ചാനലിനോട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പറയട്ടെ, ഇതിൽ പ്രധാനമായും കോൺഗ്രസ് എന്തിനാണ് ഇത്ര ഒരു ബാധ്യത ഏറ്റെടുത്തു എന്നുള്ള ചോദ്യമാണ്. അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നേരത്തെ തന്നെ രാഹുലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിശാലമായി രാഹുലിന് എല്ലായിടത്തും പ്രവർത്തിക്കാനുള്ള ഒരു അവസരം എന്തിനാണ് ഉണ്ടാക്കി കൊടുത്തത്? ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ടല്ലേ? നിങ്ങൾക്ക് ജനാധിപത്യ ബോധമില്ല. കാരണം എന്നറിയോ, ഈ പാലക്കാട്ടെ ജനങ്ങൾ 18,000 വോട്ടിന് ജയിപ്പിച്ച ഒരു വ്യക്തി MLA എന്നുള്ള നിലയിൽ തുടരുകയാണ്. അതിന് നിയമപരമായി ഇപ്പം തടസ്സമൊന്നുമില്ല. ആദ്യം അത് മനസ്സിലാക്ക്. നിയമം നീതിയൊക്കെ നിങ്ങളങ്ങനെ തീരുമാനിച്ച് നിങ്ങൾ ചോദിക്കേണ്ടതാണ് ശരിയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുന്ന ആളുകൾ നിങ്ങളെ ചാനലിനെ കുറിച്ച് എന്താ? പരാതി വരുമ്പോഴേക്കും രാഹുൽ ഇവിടെ നിന്ന് മാറിയിരിക്കുകയാണ്. രാഹുലിനെ ഫോണിൽ പോലും ബന്ധപ്പെടാൻ കഴിയുന്നില്ല. നിങ്ങൾ നീതിബോധത്തോടുകൂടി പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക. ഞങ്ങൾ നിയമവും നീതിയും നിയമനിർമ്മാണവും നടത്തിയ കോൺഗ്രസിനെ വല്ലാതെ ന്യൂസ് മലയാളം പഠിപ്പിക്കേണ്ട.